ഞാൻ ഒരു കരിങ്കാലിമാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഡൗട്ട്, ഇത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊരു ടെസ്റ്റ് നടത്തണം. ഇത് ഞാൻ മേടിച്ചത് തഞ്ചാവൂർ ഒരു യാത്ര പോയിരുന്നു, നമ്മൾ ആ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയതാണ്, ഇപ്പോൾ പോയപ്പോൾ മേടിച്ചാണ് ഈ കരിങ്കാലിമാല. എനിക്കിത് ധരിച്ചപ്പോൾ ഇത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത്. അതൊരു ചെറിയൊരു ടെസ്റ്റ് അത്രേ ഉള്ളൂ കേട്ടോ. ഞാനിത് ഉരച്ച് നോക്കിയപ്പോൾ ഫുള്ള് ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ കല്ലുമിട്ട് ഉരച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വന്നു. ഇത് ഒറിജിനലാണെന്ന് എനിക്ക് ഉറപ്പായി. ഇപ്പോൾ നിങ്ങൾ കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ മേടിച്ച മാല. ഉണ്ടോ ഇത്? ഉണ്ടോ മാല? ഞാൻ മേടിച്ച മാല, അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള മാല ഇതാണ്. ഉണ്ടോ? അപ്പം ഇന്നൊരു ചെറിയൊരു മണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും വുഡല്ലേ, ഈ മുകളിലേക്ക് പൊന്തി കിടക്കണല്ലോ. ഇത് നോക്കിയേ, ഞാനിതിപ്പോൾ ഇങ്ങനെ ഇതിലിട്ടോ കണ്ടോ, മുത്ത് ശരിക്ക് അടിയിൽ പോയി കിടക്കുന്നുണ്ട്. കുറച്ച് നോക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കിയതാണ്. കുഴപ്പമില്ല, ഒറിജിനലാണ്. ഇത് ഇട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു പോസിറ്റീവ്, ചെറുതല്ല, നല്ലൊരു മാറ്റം. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഈ പെട്ടെന്ന് ദേഷ്യമൊക്കെ എനിക്ക് വരായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് എനിക്ക് ആദ്യത്തെ അനുഭവം പറഞ്ഞത് കൺട്രോളായില്ലേ, ചെറുതായിട്ടല്ല, നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ പറയണത് ഇപ്പോൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയ വലിയ ആൾക്കാരുകൾ പറയാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടാവുമെന്നറിയില്ല. വലിയ ആൾക്കാരുകൾ അത് ധരിക്കുന്നുണ്ട്. വലിയ ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ നടന്മാർ, അങ്ങനെയുള്ള വ്യക്തികൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഒരു ചെറിയൊരു വിശ്വാസമായി ഇതൊരു ഒറിജിനൽ മാലയാണ് എന്നുള്ളത്. ഇത് ഉണ്ടെങ്കിൽ